ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മ്യാമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വെക്കേഷന് ബോറടിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതെൻ്റെ പഴയ കുറച്ച് ബനിയനാണ്. ഇതൊന്നും എനിക്കിപ്പോൾ പാകമാവുന്നില്ല. അപ്പോൾ അത് വെറുതെ അലമാരിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. എല്ലാ ബനിയനും ഇങ്ങനെ നിവർത്തി വയ്ക്കുക. അപ്പോൾ ഒരു 10 ഇഞ്ച് വീതം എല്ലാ സൈഡിലും ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ബനിയനൊക്കെ ഞാൻ ഡിസൈനുള്ള ഭാഗം നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ബോക്സസ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. എല്ലാ ബനിയനിലും നമുക്കിങ്ങനെ വരച്ചെടുക്കണം. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബനിയനിൽ നിന്ന് നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ എൻ്റെ പഴയ ബനിയനാണ്. ഇതൊന്നും ഇപ്പോൾ എനിക്ക് കയറില്ല. അപ്പോൾ ഇതൊന്നും എനിക്കിപ്പോൾ കയറില്ല. അപ്പോൾ അത് വെറുതെ അലമാരിയിലും അടക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. എന്നിട്ട് ഞാൻ ഇതുപോലെ എല്ലാ ബനിയനിലും 10 ഇഞ്ച് വീതം 4 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു ബനിയനിൽ നിന്ന് 2 പീസ് വീതം കിട്ടും. ഇങ്ങനെ എല്ലാ ബനിയനും ഒന്ന് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു 8 ബനിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ 16 പീസസ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുണ്ടെല്ലാം. ഞാനിതെല്ലാം നിവർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്യൂബായിട്ട് മുറിച്ചെടുത്ത പീസസ് എല്ലാം ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഉണ്ടാക്കുന്നതെന്ന്. എന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം നിവർത്തി വെച്ചതിന് ശേഷം 2ൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരു സൈഡ് ഒന്ന് അടിച്ചെടുക്കുക. 2ൻ്റെ നല്ല വശം കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ആ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാം. ഇതെല്ലാം കൂടി ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം വെച്ചിട്ടുള്ള ഓരോ റോ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലത്തെ 4 പീസ് ഉണ്ടാവും നമുക്ക്. അതുപോലെ 4 എണ്ണം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ റോ എടുത്തിട്ട് നമുക്ക് ഒന്ന് കൂട്ടി അടിച്ച് എടുക്കാം. ഇനി ഇതിൻ്റെ എഡ്ജസ് വേണമെങ്കിൽ മടക്കി അടിക്കാം. ഇത് ബനിയൻ തുണി ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ പല തരത്തിൽ യൂസ് ചെയ്യാം. നമുക്ക് ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാം. കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാകാവാത്ത ബനിയനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും.